വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കമ്പനിക്കാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമായി. ഓണത്തിന് അന്ന് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഇപ്പോൾ. അപ്പോൾ ഈ വ്ളോഗ് എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ഇടാം. ഇതിന് മുന്നേ കുറച്ച് 2 വ്ളോഗോ 3 വ്ളോഗോ അങ്ങോട്ട് വരാൻ കിടപ്പുണ്ട്. ഓണത്തിൻ്റെ അന്ന് ഞാൻ ഓണത്തിനായിട്ടുള്ള സ്പെഷ്യലായിട്ടൊരു വീഡിയോ അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് വരുമെന്നൊന്നും പിടുത്തമില്ല. എന്തെങ്കിലും ഇടാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്താന്നൊരു പ്ലാനുണ്ട് ഗൈസ്. ഓണം കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി ഇന്ന് എന്നേലും കൂടെ എന്നേലും ഒരു പരിപാടി ഇടാമെന്ന് ഓർത്ത് ഗൈസ്. അപ്പോൾ നോക്കട്ടെ ഗൈസ്, ഇനി എന്നേലും ഉണ്ടെങ്കിൽ കാണിക്കാം. എല്ലാവരെയും വിളിക്കട്ടെ, എന്നിട്ട് എന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ജെറിൻ്റെ എടുത്താണ് ഗൈസ്. അപ്പോൾ എന്നേലും ഉണ്ടെങ്കിൽ ഇനി കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ചിക്കൻ മേടിക്കാൻ പോകണം ഗൈസ്. നമ്മളൊരു കമ്പനിക്കാരൻ്റെ അവിടെ ചിക്കൻ കടയുണ്ട്. അവൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവൻ്റെ നാട്ടിൽ അവിടെ കാണാം. അപ്പോൾ അവൾ ചിക്കൻ മേടിക്കാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്നാലും ഗ്രില്ലടിച്ചേക്കാം ഗൈസ്. നമ്മളിതുവരെ അടിച്ചിട്ടില്ലേ അല്ലേ? നമുക്ക് നോക്കാൻ കഴിയുന്ന ഞാൻ വീഡിയോ എടുക്കാൻ തരാം. കൂട്ടി ഗൈസ് പറഞ്ഞിട്ട് കമ്പനിക്കാരൻ്റെ കട വന്നിട്ടുണ്ട്. അവിടെ ചിക്കൻ എടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കൻ എടുക്കണ്ട. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ കഴിച്ചു. ഞങ്ങൾ മരൊന്ന് വിളിക്കട്ടെ, എന്നൊക്കെ മേടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വോയിസ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വോയിസിന് എന്തോ കുഴപ്പമുണ്ടല്ലേ? വോയിസ് കിട്ടുന്നില്ല. ചിക്കനോടെ കിടന്ന് ചാടി കളിക്കുന്നു. ബാക്കിയുള്ള ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. അത് നമ്മൾ യൂട്യൂബ് തന്നെ എന്തെങ്കിലും പൈസ തരാതാക്കും ഞാൻ കാണിച്ചു. ഞാനിതുകൊണ്ടാ കാണിക്കാൻ ഗൈസ്. ഓക്കെ, ചിക്കൻ മേടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ചിക്കനോട് അവനെ കൂട്ടിയിട്ടേക്കോ, അവൻ്റെ മുണ്ടിൻ്റെ ഇടയ്ക്കാണ് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളങ്ങോട്ട് പോകാം. ചിക്കൻ സ്പോൺസർ ചെയ്ത് ആരാ? അശ്വ ട്രാവലറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇതുകൊണ്ട് ഹോൾഡ് ചെയ്യട്ടെ, ചിറ്റാക്കട്ടെ, ചിക്കനകത്ത് നോക്കട്ടെ, എന്നിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴുകട്ടെ ഗൈസ്. എന്നാ കഴുകു. ഇതിനി കഴുകി എന്തോ വരയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊരു സാധനം വേണം. എന്നാ എന്തോ ഗൈസ് ഇനി കാണിക്കാം. കാശി വരുന്നേ ബോസാണ് എല്ലാം ചെയ്തത്. ബോസ് കോർഡിനേറ്റ് ചെയ്യാൻ ബോസിനെ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ആരും. അവന് ഇരിക്കണം, പാത്രം ഇവിടെ വെക്കണം, അവൻ എന്നൊക്കെ വേണ്ട ഗൈസ്. എടാ പെട്ടെന്ന് ചെയ്. അവൻ കഴിക്കാൻ പോകും. എന്നൊക്കെയാണോ കാണിക്കുന്നത്? വേഗം ഇട്. ഓ ബ്ലഡ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. യൂട്യൂബ് നമുക്ക് ഇത് വരും, ബാൻ തരും. ഈ ബ്ലഡൊക്കെ ഓ ഗൈസ് ഇനി ഇത് വാഷ് ചെയ്യട്ടെ. കിട്ടിയേ ഇത് പറഞ്ഞത് ഗൈസ്. ഇത് ഒറിജിനലാണ്. ഇത് പക്ഷേ ഒറിജിനൽ, ഇത് ചുമ്മാ ഡൂപ്പാ, ചുമ്മാ ഒറിജിനലാണ്. കത്തി കണ്ടോ ഗൈസ്? ഭയങ്കര കത്തി. ഒന്ന് വാഷ് ചെയ്യട്ടെ. ഞാനിവിടെ ക്ലീനിങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ചിക്കനും ക്ലീൻ ആക്കണം ഗൈസ്. എന്നാൽ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം ഗൈസ്. അമ്മയ്ക്ക് വണ്ടി കൊടുക്കണമെന്ന്. ഞാൻ എന്നാലും വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം ഗൈസ്. അന്നേരം കാണിക്കാം. ഇനി നേരെ വീട്ടിൽ പോവാം. അമ്മ വരുമ്പോൾ അങ്ങോട്ട് ഇറക്കാം ഗൈസ്. അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്. ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. മറ്റു ചിക്കനൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പാട്ടയൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ചിക്കൻ ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണോ? അയ്യേ, ചുമ്മാ എന്നേലൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ മതി ഗൈസ്. ഇത് മാറ്റി വെക്കടാ. ഇതാണ് ഗൈസ്. നോക്കട്ടെ, എന്നേലും ഉണ്ടോ കാണിക്കാൻ ഗൈസ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. എല്ലാവരും നോക്കട്ടെ. വണ്ടി ടയറൊക്കെ മൊട്ടയായി. ടയർ വേറെ എന്നേലും ഉണ്ടോ കാണിക്കാം ഗൈസ്. ഓക്കെ ഉണ്ട്. അപ്പാപ്പി വേഗം വാ. ബോസ് ഇവിടെ കറി വെച്ച് തിരിഞ്ഞു എന്നോ തോന്നുന്നത്. ഇതുകൊണ്ട് വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടോ. മോളെയൊക്കെ ആയിട്ട് അപ്പാപ്പി വന്നു ഗൈസ്. ആ ഷെഫ്. ഇനി ഷെഫാ. ഇത്ര നേരം അപ്പാപ്പിയായിരുന്നു. ഇനി ഷെഫാ. ഇതെടുക്കാനോ? അവൻ തരണ്ടേ? ഇതെടുക്കാല്ലേ? അല്ല നീ അടിച്ചു പൊളിച്ചോ? അവലും തുരുമ്പാണോ? തുരുമ്പ് വരും. സാധനം മേടിക്കാൻ പോകും. മസാലയും എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് മേടിക്കാനായിട്ട് പോകും. ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാൻ എന്നാ മേടിക്കേണ്ടതെന്നല്ലേ. ഓക്കെ, മസാല മേടിക്കാൻ വന്നതാണ്. അവനവിടെ മസാല മേടിക്കാൻ കയറിയിട്ടുണ്ട് ഗൈസ്. നല്ല വെയിൽ കേട്ടോ, ഭയങ്കര ചൂട്. റോഡൊക്കെ വെയിലടിച്ചോ ഗൈസ്. നമ്മൾ ഒലയം കൊണ്ടാണ് ഗൈസ് മസാല മേടിക്കട്ടെ.
എത്ര എണ്ണം വേണോ? 2 എടുക്കണോ? 2 വേണോ? 2 ചിക്കൻ 2 മതി. 2 അത് മതി എന്നാണ് ഗൈസ് ഷെഫ്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ. നമുക്ക് എന്നാ ബ്രെഡ് വേണ്ടൊക്കെ മേടിക്കണം കഴിച്ച്. ഇനി അത് മേടിക്കട്ടെ കഴിച്ച്. ഓക്കെ, എൻ്റെ വ്ലോഗ് ഇവിടെ നിന്ന് കാണുന്നു ഉമ്മാരി. എല്ലാവരും ഉണ്ട്. അപ്പാപ്പി ചെന്നത് പെരട്ട്. അപ്പാപ്പി പെരട്ട്. ആ ഷെഫ്. ഓക്കെ, നമ്മൾ വീഡിയോ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഓക്കെ, ദീപം നമ്മുടെ വ്ലോഗൊക്കെ കഴിച്ച് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്. ഇവിടെ എന്തൊക്കെ പരിപാടിയാ. നമുക്ക് ടൈമില്ല, വേഗം സമയമില്ല. കാറ്റാണല്ലോ രാവിലെ നീ അവിടുന്ന് പോകുന്നില്ല ഇതുവരെ. അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നാ ഇത് തന്നെ ഇത് ഉപ്പാന്ന് ഉറപ്പാണോ ഗൈസ്? ഈ ഉപ്പ് കണ്ടോ ഗൈസ്? ഇത് കടലിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. ബോസ് ഉപ്പിടുന്ന ചളങ്ങാണ്. അപ്പാപ്പി അങ്ങോട്ട് ഇട്ടേ. അപ്പാപ്പി ആ മിക്സ് ചെയ്യും. അവിടെ മിക്സ് ചെയ്യാൻ വിണ്ണ പിടിച്ച് വരുത്താൻ വേറെ അടുത്ത് നിൽപ്പുണ്ട് ഗൈസ്. ബോസ് നമ്പർ 2. ബോസ് നമ്പർ 2 ഷെഫ് 2. ആ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുവാണ് ഗൈസ്. തൈരുണ്ടോ? സോളം പറഞ്ഞു നിന്നെ ഇങ്ങനെ മുതലാക്കാന്ന്. ഇനി അവനൊന്നും തരത്തില്ല. ഇനി ചേർത്തൊന്നും തരത്തില്ല. അടുത്തൊരു കളറില്ല ഇനി. കണ്ണി തെറിക്കും. അയ്യോ ചാല വെള്ളം ഒഴിക്കാൻ. വീഡിയോ എടുക്കുമ്പോൾ ആ ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഇവിടെ ഷെഫ് ഇരിക്കുമ്പോ എന്നാ കുഴപ്പം? ഇതെല്ലാം ചെയ്തിട്ട് കോഴി അരിഞ്ഞു പോയിരുന്നു. അല്ല ബക്കറ്റ് ഇല്ലല്ലോ. പോയി മേടിക്കാന് കടയൊന്നുമില്ല. ബക്കറ്റ് എത്ര വേറെ അന്ന പിന്നെ ഇതൊന്നും വരട്ടേണ്ട കാര്യമില്ല. ചുമ്മാ പൊടിയെല്ലാം എടുത്തിടുക. ഇതാ 3-6 രൂപ ഉണ്ടാക്കിയ പോലെ വരുവേ. എന്നാ ഇല്ല ചെയ്യാറിയാൻ ഞാൻ ചെയ്യത്തില്ല. അമ്മാരി ഇനി ഇളക്കട്ടെ. ഷെഫ് ആ വഴക്കം കണ്ടോ ഗൈസ്? ഗൈസ് ഇതൊക്കെ കണ്ട് ഈഗോ അടിച്ച ഒരാൾ കൂടി ഇരിപ്പുണ്ട് ഗൈസ്. മോസിന് ഈഗോ അടിക്കുന്നത് ഗൈസ്. ഓ ഗൈസ് ഒരു റയർ ടാറ്റു ഗൈസ്. ബിഗ് ബോസിന്റെ ആരാധകനാണ് ഗൈസ്. എന്തെങ്കിലും ഇത് ആരെങ്കിലും കാണുന്നുണ്ട് ഇതിനെ ബിഗ് ബോസിലോട്ട് വിളിക്കേണ്ടതാണ് ഗൈസ്. ഓ പിന്നെ എത്ര ടീസ്പൂണോ മുളക് എടുത്തിട്ടെ? ഇല്ല ഇതിന് വലിയ പവറില്ലാത്ത മുളക് പൊടിയാ. ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞു എന്റെ മുളക് പൊടിയാന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ് അറിയത്തില്ല ഉപ്പ് വെക്കാൻ അറിയില്ല. ഇത് എന്നെ അഭിനയൊക്കെയാണോ? ആ ചെറി നോക്കിട്ട് പറയുക. ഉപ്പുണ്ടോ? അതോ കുറവാണോ കൂടുതലോ? ഉണ്ട് ഗൈസ് കറക്റ്റ് ആണ്. ഇതന്നെ ഡിബേറ്റ് അപ്പുറം എതിര് പറയാ.
തേക്കാരാ എടുക്ക്. ആ ഇവനോ കൈ കഴിട്ടോ? ഇല്ല നമ്മള് ഹൈജീൻ പരിപാടിയേ ഉള്ളൂ. കൈ കഴിയിട്ട് വേണം. ഇല്ല ഇവിടെ ഇട്ട് ഇതിനകത്തിട്ട് തേക്കടാ. തേക്കുമ്പോ കാണിക്കാം. നിലത്ത് വിട്ട് അതിനകത്ത് കഴിയും കയറ്റിട്ട് ആരാ കെട്ടിട്ട് ഗൈസ്. ഇനി ബോസിന്റെ പ്രകടനം കാണാം ഗൈസ്. ഇനി 1 man ഷോ ആയിരിക്കും ഗൈസ്. അതെ ഷെഫ് പറയുന്ന ഒത്തിരി തേക്കല്ലെന്ന്. ചെറിയ പ്രശ്നമുണ്ടോ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട്. ശാരദേ അതിന്റെ എല്ലൊക്കെ കാണാൻ ഗൈസ്. ഇത് എന്നാ കഴുകി അതിന്റെ മീറ്റെല്ലാം പോയി ഗൈസ്. നല്ലിട്ട് തേക്കുന്നുണ്ട്. അതല്ല ബക്കറ്റ്. എന്റെ പൊന്നു ബ്രോ സെറ്റി അല്ല ഇതെല്ലാം പെരട്ടെന്ന് വെറുതെ ആയി പോവും. എന്നാ ആദ്യം ഇത് എടുത്തോണ്ട് വന്നിട്ട് ഒരെണ്ണം മേടിച്ചാ പോരെ. ഒരെണ്ണം മേടിച്ചു വെക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാലോ. ഇതെടുത്താലോ കളറില്ല അതിനൊട്ടും. അവനില്ലെന്ന് ഓ ഗൈസ് ഇനി അടുത്ത കേൾക്കുമ്പോ കാണിക്കാം. അടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് പെരട്ടെ. ബോസ് അതിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കോ ഗൈസ്. ഒരു കോഴി തേച്ച് ഇല്ല. അതുകൊണ്ടോ ആ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇരിപ്പുണ്ട് എല്ലാം സെറ്റ് ചെയ്ത്. നമ്മളതിനെ നൈസായിട്ട് ഇനി അങ്ങോട്ട് പോവാം. വില്ലടിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ ഇവിടെ വന്നിട്ടുണ്ടേ സാധനമൊക്കെ എടുക്കുക. ഇനി നമുക്ക് അടുത്ത അഡ്വഞ്ചർ നമ്മളെ വണ്ടിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പയ്യന്മാർ ഇതേ വള്ളത്തെ അവിടെ പോകുന്നുണ്ട് ഗൈസ്. ദേ സോളമോ അമ്മാര് വള്ളത്തെ പോകുന്നുണ്ട്. നമ്മളാ വള്ളത്തെ കയറണം അല്ലേ? എന്നാ ചെയ്യാ എന്നാന്നൊന്നും അറിയത്തില്ല ഗൈസ്. എൻ്റെ ഒരു പെപ്സി ഉണ്ട്. ഈ പെപ്സി എങ്ങോട്ടാ വരണ്ടേ? എങ്ങോട്ട് പോയി? ഇവിടുന്ന് നടക്കാൻ വഴിയുണ്ടോ? അവിടെ എല്ലാം എടുക്കേ. ഓക്കെ ഗൈസ് ഇനി അങ്ങോട്ട് ചെല്ലട്ടെ. വള്ളത്തെ പോയി കയറട്ടെ ഗൈസ്. വള്ളം മറിഞ്ഞില്ല കാണാൻ ഗൈസ്. ഇതെന്നാ വെള്ളം പൊങ്ങിയിട്ട് ക്യാമ്പിനൊക്കെ പോകുന്ന പോലെ ഉണ്ടല്ലോ. ഓക്കെ ഗൈസ് ഇനി അങ്ങോട്ട് ചെല്ലട്ടെ. വന്നിട്ടുണ്ടേ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട്. ആ വള്ളത്തിലാണ് നമുക്ക് പോകണ്ടേ. നമ്മൾ ഇത്ര പേര് ആ വള്ളത്തെ കയറുമോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. അരെ നീ ഇറങ്ങിക്കോ. ആ വള്ളത്തെ ഇത്രയും പേര് കയറുമോ ഗൈസ്? കയറുമോ? ചോദ്യം. അയ്യോ റിസ്ക് ആണ് ഗൈസ്. ഫുള്ള് റിസ്ക് ആണ്. ചിക്കന് കുപ്പിയെ പെപ്സിയെ എന്നതൊക്കെയാണോ എന്തോ. മിക്കവാറും നമ്മൾ ഈ കണ്ണത്തിൽ ചാവുന്നു തോന്നുന്നു. അതൊന്നും വേണ്ട. ചോളം നല്ലിട്ട് തുഴയറി. വാ 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 അടുപ്പിക്ക് ഓക്കെ ോണ്ടിരിക്കുകയാണ്. ഇമാർക്ക് തുഴ അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പാപ്പി പാപ്പിയെ ആഞ്ഞു തുഴയ്ക്ക്. ഒന്ന് അനങ്ങി തുഴയാടാ. തുഴ അറിയത്തില്ല എന്റെലോട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഒന്ന് ആക്കിട്ട് തുഴയുന്നത്. ഓടാ അടുപ്പിക്കടാ. അയ്യോ ഇത് മരിക്കും. അവിടെ ഡീസൽ ഉണ്ടോ നിങ്ങളുടെ? ഇതന്നെ ഹെൽമെറ്റ്. ഓ ഓ കേറല്. അപ്പാപ്പി പറയുന്നത് കയറ് പിടിക്കും. ഏതാ കയറ്? ഓ ഗൈസ് കയറ് എടുക്കട്ടെ. ഒന്നെങ്കിൽ വള്ളം മറിയല്ലേ അതിനകത്ത് കയറി. സർവീസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റാണോ? ആ കയറിക്കോ. പൊട്ടിയ കല്ലൊക്കെ ബോസ് പിടിക്കും. അതുകൊണ്ടോ ഇത് എല്ലാരും ഇത് പോവാനാണോ? പോടാ ഞാൻ അവിടെ ഇരിക്കാവേ. അതിന് ഇവന് പെട്ടെന്ന് രക്ഷിക്കൂല.
വേണ്ട വേണ്ട, ഞാൻ സോളമന്റെ സൈഡിൽ പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ കേറുവോ? നീ ഇങ്ങോട്ട് അടുപ്പിച്ച് എനിക്കാണ്. ആ ചെറിയ കയറിക്കോ. ഇരിയടാ. നീ പോകുന്നില്ലല്ലോ. ആ വീട്ടിൽ പോവാ. എല്ലാരും കേറട്ടെ. ഞാൻ അവിടെ ഇരുന്നോളാം. അവിടെ ആ ജിത്തു കൂടി ഇരുന്നു. അത് നീ നടുക്കോട്ട് ഇരിക്കടാ, അറ്റത്തിരിക്ക. അല്ലല്ല ഒരേ വെയിറ്റ് വരും. ഞാൻ ഇല്ലില്ല, നടുക്കിരിക്കണോ? എടാ നടുക്കിരിക്കടാ. ഹലോ 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 ഹലോ. ആ പൈപ്പ് ആയിരുന്നു. ജിത്തു ആ നടുക്കിരി. അവിടെ ചെറിന് അവിടെ ഇരിക്കണം. അത് വെയിറ്റ് കണ്ടോ? അതൊന്നും മിസ്സില്ല. ഇനി ഞാൻ കയറട്ടെ. ഇങ്ങോട്ട് അടുപ്പിച്ച്. എവിടുന്ന് എങ്ങനെ കയറുന്നു? ഓ കഴിച്ച് ഞാൻ അടുപ്പിക്കും. ജെറിന് അങ്ങനെ ഒന്നും ശരിയാത്തില്ല. ഇരിയാണ് ചുമ്മാ വള്ളി ഉണ്ടാക്കാം. നടുക്കായി സെന്റർ ആയിട്ട് ഇരിക്കണം. കേറിക്കോ. ഞാൻ എങ്ങനെ ഇരിക്കണ്ട? അത് നീ ഇങ്ങോട്ട് അടുപ്പിക്കുക. അതാണ് അവിടെ ഇരിക്കാലോ. അടുപ്പിക്കടാ. അല്ല ഇങ്ങോട്ട് നീക്ക്. ഇതിന്ന് ഞാൻ മറിക്കുന്നു. അയ്യോ അയ്യോ പോയി പോയി പോയി. ആ ഗായ്സ് നമ്മള് കേറിയിരിക്കുന്നു. അപ്പൊ ഓക്കെ, ജീവനോടെ കാണാം. ഓ ഗായ്സ്, അവൻ പേടിച്ചിട്ട് കേറുന്നില്ല ഗായ്സ്. അയ്യോ എവിടെ നിലത്തോ? എനിക്ക് ഞാൻ ചെരുപ്പ് വെച്ചിട്ടിരിക്കുക. ആ ബക്കറ്റ് ഇട്ടിട്ടിരിക്കട്ടെ. അയ്യോ ഗായ്സ്, മൊത്തം ഈ അഡ്വഞ്ചറിങ് തിരിച്ച് വരുവാണ് കാണാം. ഇവിടെ ഇരുന്നാ മതി. ആ ഓക്കെ ഗായ്സ്, ഇരുന്ന്. ഓ ഗായ്സ്, ഈ വെള്ളത്തിൽ കൂടെ വേണം പോവാൻ. അർജുനെ ഒരു ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ടേ. അടാ ശരിയാടാ. എന്റെ ഫോൺ ഇതെല്ലാം ഉണ്ട്. ഓ ഗായ്സ്, നമ്മള് വള്ളത്തിൽ. അയ്യോ അടെ മിണ്ടായിരിക്ക, മരിച്ചു പോടാ അർജുനെ. ഓ ഗായ്സ്, നല്ല പേടിയുണ്ട് ഗായ്സ്. ഇത്രയും പേര് ഈ വള്ളത്തേല്. അയ്യോ അടാ മര്യാദക്ക് ഇരിക്കേ. എല്ലാം അടിങ്ങി ഇരിപ്പുണ്ട് ഗായ്സ്. എടാ നമുക്ക് ഇവിടെ അവിടെ തന്നെ പോണോ? നിർബന്ധമാണോ? രാവിലെ ഇല്ലല്ലേ, ഇനിയും വന്നാ പറ്റത്തില്ല കേട്ടോ. ഓക്കെ ഗായ്സ്, പോട്ടെ. അടുക്കെത്തിയേ. എല്ലാരും പോട്ടെ. കൈയൊന്നും പൊക്കടാ, പോവാം. പേടിയൊന്നുമില്ല ഗായ്സ്. പിന്നെ എന്തോ പേടിയില്ല, കൊഴപ്പില്ല ഗായ്സ്. വെള്ളത്തിന് എടാ നേരെ ആക്കിക്കണ വെള്ളം. സോളം അല്ലോട്ട് വാഴ. നമുക്ക് അങ്ങേറ്റത്ത് വല്ലതും പോണം ഗായ്സ്. അവിടെ അല്ല, അവിടെ അല്ലടാ. ആ അവിടെയാന്ന് തോന്നുന്നു. എടാ ഒരു സൈഡിലോട്ട് ഇരിക്കാറാ. അയ്യോ ഗായ്സ് സോളമോ ഇതന്നെയാണോ ഒഴുകി വരുന്നേ? അയ്യോ അതെ, എന്നെ കാണുന്നുണ്ടോ? എന്നെ ആ പൊക്കോണ്ടിരിക്കാണ്. അടാ ചെരിക്കാറാ. അയ്യോ ഇത് കായ് ഇമാരി ചെരിക്കുവോ? അയ്യോ ചെരിക്കുവോ ഭയങ്കരമായിട്ട്? എന്നാ ചെയ്യാന്ന്. ഞാൻ രണ്ടു സൈഡിലോട്ട് ബാലൻസ് ചെയ്ത് കൈ കൊണ്ട്. അയ്യോ കൈ ഇങ്ങനെ ചാതി പറയത്തില്ല. ഞാൻ ഒരു കൈ പൊക്കിയേക്കുന്നോണ്ടാന്ന് തോന്നുന്നില്ല അവിടെ ചെയ്യുന്നത്. രണ്ട് കൈ പറ്റി ഇങ്ങനെ. ഓക്കെ ഗൈസ്, റിസ്ക് ആണ്. എന്തോ വലുത് വരാനാണ് ഗൈസ് ഈ സൈറൻ അടിക്കുന്നത്. നമ്മളൊന്ന് അലേർട്ടായിട്ട് ഇരിക്കണം. സോളമാ ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളെവിടെയൊക്കെ കൊണ്ടുപോവാണ് ഗൈസ്, ഒന്നും അറിയത്തില്ല.
എപ്പോ ഇനി തിരിച്ചു വരും, തിരിച്ചു കാണാൻ പറ്റിയെങ്കിൽ ഈ വ്ളോഗ് വരും guys. അല്ലടാ അല്ലേ നമ്മളിവിടെ എഡിറ്റ് അല്ല അല്ല നമ്മള് ജീവനോട് ഇല്ലെന്ന് കരുതിയാ മതി. ഞാൻ എപ്പോ വ്ളോഗ് എടുക്കുന്ന അന്നേരം ബോട്ട് ചെരിയാണ് guys. ഇതന്നെയാണ് ഇവിടെ കുത്തിയേക്കുന്നത്. വേലായുധം കുത്തിയതാ അടയാളമാണോ? ഇതാണോ നമ്മളെ സ്പോട്ട്? നേരെയോ? അവിടെ ഇടയുണ്ടോ? ഓക്കെ ഗൈസ്, ഇനി ഉണ്ട് കാണിക്കാം. തുഴഞ്ഞ് നമ്മൾ ഇവിടം വരെ എത്തിയേ. നമ്മൾ ഈ കാണുന്ന കരയിലോട്ട് കയറുവാ. അല്ലേ ശരിയാത്തില്ല, അങ്ങോട്ട് കയറാം. പെപ്സി. ഓക്കെ ഗൈസ്, ഇനി അവിടെ ചെല്ലണം. സോമ എങ്ങനെയുണ്ട് തുഴഞ്ഞിട്ട്? കൊള്ളാല്ലേ? ഇത് കണ്ടോ ഗൈസ്, വെള്ളത്തിൽ മുട്ടാറായി. അയ്യോ നല്ല രസമുണ്ട് ഗൈസ്. നമ്മള് നിങ്ങൾക്ക് വേണ്ടി ഇത്ര അഡ്വഞ്ചറിങ് ഒക്കെ റിസ്ക് ഒക്കെ എടുക്കുന്ന ഗൈസ്, കണ്ടന്റിന് വേണ്ടി. ഇതുണ്ടോ ഗൈസ്, ഇതാണ് കണ്ടത്തിലെ പവിഴക്കുറ്റ്. കണ്ടത്തിലെ പവിഴക്കുറ്റാണ് ഗൈസ് ഇതിന്റെ അടിയിൽ കാണുന്നത്. ഒന്ന് ഇവിടെ ഇരിക്കാൻ പറ്റിയേ, പിന്നെ അങ്ങോട്ടും പോയി നോക്കാം. ഇതേ നല്ലത് നോക്കി അവിടെ ഇരിക്കാം. ഇത് ഇവിടെ ആദ്യം നോക്കാം. തേങ്ങ ഉണ്ട് കരിക്കണം. ഇവിടെ നോക്ക്, വേറെ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ നോക്കിട്ട് ഏതാ നല്ല സേഫ് ആയിട്ടുള്ള എവിടെയാ നോക്കിട്ട്. ഇവിടെ നടുക്ക് കാടില്ലെന്ന് തോന്നുന്നു. ഇല്ല അവിടെ അല്ല, അവിടെ നോക്കിട്ട് വരാം ഇങ്ങോട്ട് തിരിച്ച്. എന്നാ നോക്കൂ എങ്ങനെയുണ്ട് ഗൈസ് വ്യൂ ഇവിടുന്നുള്ള. ഉയ്യോ, നമ്മൾ ഇത്രയും ദൂരം വന്നോളാ ദീപമേ. എല്ലാ പയ്യന്മാരും അങ്ങോട്ടത്തെ ഇങ്ങോട്ടത്തൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. സോളമൻ നമ്മളെ സേഫ് ആയിട്ട് ഇവിടം വരെ കൊണ്ടുവന്ന് ഗൈസ്. ഇനി ഇവിടുന്ന് തിരിച്ചും പോകണം. അതാണ് കൊതുവാണ് ഗൈസ്, കൊതു. മോസ്കിറ്റോ ഉണ്ട് ഗൈസ്, ഇഷ്ടംപോലെ മോസ്കിറ്റോ ആണ് ഗൈസ്. അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഗൈസ്. ഗൈസ് ഇതിന്റെ അകത്ത് പാറ്റുണ്ട്. ബോട്ടൊന്ന് സർവീസ് ചെയ്തിട്ട് പാറ്റ. ഇതാണ് ഗൈസ് ആഫ്രിക്കൻ പായലും. മേടിച്ച് വെള്ളത്തിൽ പാമ്പിനെ അങ്ങോട്ട് തന്നെ എടുത്തയാള്. അങ്ങോട്ട് പോട്ടെ ഗൈസ്, സ്പോട്ടിൽ അവിടെ എത്തിയിട്ട് കാണിക്കും. ഓക്കെ, കണ്ടത്തിലെ നീലക്കുറിഞ്ഞാണ് ഗൈസ്. കാണിച്ചില്ലെന്ന് പറയില്ലേ ഗൈസ്, എല്ലാം ഞാൻ കാണിക്കും. ഇനി സോളമന്റെ അഭ്യാസമായിരുന്നു ഗൈസ് ഇത്ര നേരം. നമ്മൾ ആ പാലത്തിന്റെ അടിയിൽ നിന്നാണ് ഗൈസ് ഇവിടം വരെ വന്നേ. സൂം ചെയ്യാൻ പറ്റത്തില്ല, കൈ എടുത്ത് നമ്മൾ വെള്ളത്തിൽ പോകും. വീഡിയോ എടുക്കുവാ. ഓക്കെ ഗൈസ്, നമ്മൾ ഏതോ കരയിലോട്ട്. ഇത് എന്നാണ് ചെരിക്കാറോ ഇങ്ങോട്ട് അയ്യോ, അടുപ്പിക്കാൻ നല്ല ടാസ്ക് ആണ് ഗൈസ്. ഒരാളേ ഉള്ളൂ തുഴയെ. ഞാൻ പറഞ്ഞേ ഞാൻ തുഴയാന്ന്, പിന്നെ വ്ളോഗ് എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ തുഴയുന്നില്ലെന്ന് വെച്ചേ ഗൈസ്. എന്നാ ചെയ്യാനാ? ഇത് സോളമൻ എണീറ്റ് ഗൈസ്. അടുപ്പിച്ചു. ഞാൻ പറഞ്ഞു തന്നോലൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. അങ്ങനെയൊന്നും അങ്ങനെ അത് ഞാൻ പറഞ്ഞു തന്നല്ലോ, ഞാൻ ചെയ്യുന്നുണ്ട്. ഇതേ അടുക്കുന്നുണ്ടോ ഗൈസ്? വെള്ളമായി ചാമ്പിന. അല്ല പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിറങ്ങാൻ പറ്റും. ഓ ഗൈസ്, ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് കാണിക്കാതെ. ഇനി എല്ലാരും ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണ് ഗൈസ്. എല്ലാരും പോര്. ഞാൻ ഇറങ്ങി വന്നോലെ തന്നെ ഇറങ്ങി വേണം. അങ്ങനെ തന്നെ ഒരു വിധത്തിൽ ഇറങ്ങണം ഗൈസ്. നീ ബക്കറ്റ് പിടിച്ചോ. നീ ഇവിടെ ഒരു കളി എങ്ങോട്ടാ? ഈ മടലിലെ വെള്ളം വാടാ ഇങ്ങോട്ട്. ഇങ്ങനെ പേടിക്കാറാ, ഇങ്ങനെ പേടി. ഇവനൊക്കെ എന്നെ പേടിയാണോ? അവൻ വിറയ്ക്കുന്നു. അലനലക്സ് വിറയ്ക്കുന്നു. വഴിപെട്ടി വന്നതാ. ഉള്ള സാധനമൊക്കെ എടുക്കടാ ഓരോരുത്തര്. കോഴി എടുത്തിരുന്നു. ആടാ ചിക്കൻ എടുത്തോണ്ട് വരാവോ? ഇല്ലടാ, മറിയത്തില്ല. ഇവിടെ പിടിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മറിയത്തില്ല. അതല്ലേ പറഞ്ഞേ, അഭ്യാസം. സർക്കസ് ആണ് ഗൈസ് ഇവിടെ നടക്കുന്നേ. അടുത്തൊരുത്തം വരുന്നുണ്ട് ഗൈസ്. ചിക്കന്റെ ഓണർ വരുന്നുണ്ട് ഗൈസ്. ആ പോരട്ടെ.
വാ 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 അതന്നെയാണോ അത് ആ മഞ്ഞ കളറ് അതല്ല അത് അങ്ങോട്ട് വല്ലതും കൊണ്ടുവരാളോ ആ ഇല്ല അടി ഇവിടെ ഇടയില്ലല്ലോടാ എല്ലാരും ഇറങ്ങിയും പോയി ഇനി എന്നെ ചെയ്യാന് ബോസേ വാടാ ഇതൊന്ന് പിടിച്ചേ ഇതാദ്യം പിടിക്കും. ആ അടുത്ത ആള് ഇറങ്ങി ഗൈസ് ഇനി ബോസ് അങ്ങേറ്റത്തുനിന്ന് ഇങ്ങേറ്റം എന്നിട്ട് മറിഞ്ഞു വീഴണം മുണ്ടൊക്കെ മടക്കി മറിഞ്ഞു വീഴണം എനിക്ക് കണ്ടന്റ് കിട്ടും പോയി കഴിഞ്ഞാ അവിടെ നീ പതുക്കെ വാടാ ചടിക്കൂ ആ അത്രേ ഉള്ളൂ വാഴയില്ലല്ലോ ഓ ഗൈസ് നമ്മളെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടേ ഓ ഗൈസ് ഞങ്ങളൊന്ന് ഏരിയ ഒന്ന് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ ഗൈസ് എങ്ങനെയാണ് ഇവിടെ അടിക്കാനുള്ള സ്പോട്ട് ഉണ്ട് എടുത്ത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് അവിടെ നിന്ന് നേരെ കറങ്ങി ഇവിടെ വന്നു ഗൈസ് ഇവിടെ നിൽക്കാടേ ഉള്ളു അവിടെ നിൽക്കാവുന്ന ഇടയിൽ ആ പോരട്ടെ പോരട്ടെ ഇന്നലെ നമ്മളാരും ഇല്ലായിരുന്നല്ലോ ഇന്നലെ പോയെന്ന് കോർഡിനേഷൻ ബോസില്ല എന്നാ ചെയ്തേനെ അടുത്ത വളപ്പം വരുന്നുണ്ട് ഗൈസ് മീനോ പോടാ ഒരു മീൻ വള്ളത്തെ ചാടിക്കറി ഗൈസ് ആ അത് പിടിച്ചു പരിപാടി തുടങ്ങിക്കോ ഇവിടെ ഈച്ച തീയിടുമ്പോ പൊക്കോളൂ അവിടെ സൈസ് ശരിയല്ലേ മടുത്ത് ഇനി അടിക്കണമെന്നൊന്നുമില്ല അവന് ശരി അവിടെയായിരുന്നേടാ ഇത് കൂട്ടി കെട്ടങ്ങ ഇത് കെട്ട കിട്ടോ ആണോ അത് കിട്ടും ഇതെന്നാണ് ഈ സാധനം പൊടി പോലത്തെ പ്രാണിയാ ഈ പ്രാണി ഇല്ലാത്തടത്ത് പോയാലോ ഇല്ലടാ ഇവിടെ എല്ലായിടത്തും പ്രാണി കാണും തീ കത്തിക്കുമ്പോ പോ കുറച്ച് വെള്ളത്തിരിക്കും ആ വാഴ എടുക്കാം ഒലയോ ഒലേ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കും ഇവിടെ ഫുള്ള് സെറ്റ് ആവട്ടെ കുറിക്കുവാണേ ഇവിടെ ഒരു വാഴ കിട്ടി വാഴയൊന്നും നമ്മുടെ ഇല്ലേ ഉള്ളത് വെച്ച് പറിച്ചോണ്ടിട്ടുണ്ട് ഗൈസ് ഫുള്ള് കാടാണ് എന്തൊക്കെ അഡ്വഞ്ചറിങ്ങാണ് ഗൈസ് അഡ്വഞ്ചറിങ് വ്ളോഗാണ് ഗൈസ് ഇന്ന് കാട് ഓക്കെ ഗൈസ് ഒരു കമ്പൂടെ അടിച്ചിട്ടുണ്ട് ഗൈസ് വാഴയില കഴുകുവാണ് 2 അവിടെ കയറി ഇരിപ്പുണ്ട് ഗൈസ് ഒരുത്തവിടെ ഫോൺ വിളിക്കുന്നു അപ്പാപ്പയാണ് ഫുൾ കോർഡിനേഷൻ ഒരുത്തവിടെ ചുമ്മാ വിഴുങ്ങി ഇപ്പോണ്ട് ഗൈസ് ഇതേ ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടു ഇതേ ഓ വെള്ളം കുടിക്കട്ടെ ഗൈസ് ഇത്രയും ദൂരം വന്നു അടുത്ത ഇല കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ എടുത്ത് കുത്തി കഴിഞ്ഞാൽ എവിടെ വെച്ച് കഴിക്കും ആ ശരിയാ ഇത് മതി ഭ്രാന്തൻ എല്ലാം എടുത്താ കുത്തുവാണ് ചിക്കൻ കാണിക്കാനോ എടാ കോപ്പ ഇതിന് പകുതി ഓടിച്ചു എടുത്തേ ഇത് വേണം ഈ ഇല ഇത് നമുക്ക് അവിടെ 2 ഇലയും ഉണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ വെച്ച് കഴിക്കാനോ മസാല അല്ല ഇതാ പറ്റില്ല അതില്ല ചിക്കൻ എടുത്ത് ഗൈസ് സാധനം ബക്കറ്റൊക്കെ വെച്ച് ബ്രെഡ് കഴിച്ചോണ്ടിരിക്കുക പയ്യന്മാരെല്ലാരും ഇവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അത്
സെറ്റ് ചെയ്യുമല്ല, നമ്മൾ നൈസായിട്ട് ഇങ്ങനെ നിൽക്കുക, എല്ലാ പയ്യന്മാര് സെറ്റ് ചെയ്തോളും. ചുമ്മാ പഞ്ചാര കാണിക്കാതെ അത് വീട്ടിൽ പോയി. അവ ഷുഗർ ബേബി ആവുന്നു ഗൈസ്. നിർത്ത് കള്ളം ചേർന്നു. നിനക്ക് പെപ്സി ഉണ്ട് അത് നീയൊക്കെ അവിടെ ഇരിയണോ? ഓക്കെ ഗൈസ്, ഇനി കാണിക്കാൻ എത്തിക്കുന്നുണ്ട് അമ്മമാര്. ഇമാരോട് ഒന്ന് വിറകൊക്കെ വെട്ടുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൽ കയറി, ഭയങ്കര ചൂട്, അവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. എല്ലാം കത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ചിക്കൻ പൊക്കാൻ പോവാണ്. അയ്യോ പൊങ്ങുന്നില്ല ഗൈസ്. പൊങ്ങി ഗൈസ്, കൊള്ളാം. എടാ വെന്തടാ, നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാരും ഉണ്ട്. ചിക്കൻ വന്ന് അത് അവിടെ ഇട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മള് പ്ലേറ്റ് എടുക്കാൻ പോവാണ്. ഭയങ്കര റിസ്കി ഷോട്ടാണ് ഗൈസ്. എടുത്തോളാ, കാണിക്കാം ഗൈസ്. അവൻ എടുക്കട്ടെ. നല്ല ചൂടുണ്ട് ഗൈസ്. എടുത്തിട്ട് കാണിക്കാം. എടുത്തോ. അയ്യോ, ഒരു കൈ ഇളകിപ്പോയി ഗൈസ്. എടുക്കടാ, ചൂടടിക്കുന്നതാ. പൊക്ക്. നമ്മളെ അപ്പാപ്പി എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മളിത് കഴിക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാളാ. കഴിച്ച ആരേലും അതിന് മുന്നേ ഇവിടെ ഒരുത്തൻ തിന്ന് കഴി. ഇത് കഴിച്ചിട്ട് ഞാൻ പറയാവേ. ചൂടൊക്കെ പറക്കുന്നുണ്ട്. അശ്വിനിയുടെ ചിക്കൻ പൊളി. പ്രൊമോഷൻ. ഇതാ ചിക്കന്റെ ഓണർ. എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. എല്ലാരും കഴിക്കുന്നത് അങ്ങനെയുണ്ട്. ആലാ സോളമാ ബോസ്, ചിക്കന്റെ ഓണർ ചിത്തു. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി തീർക്കട്ടെ. ഓക്കെ, ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല. ഇത്ര ഇന്നേലും ഗുണമുണ്ടായി. കുഴപ്പമില്ല, എല്ലാം വെന്തിട്ടുണ്ടൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഉപ്പൊക്കെ കറക്റ്റാ. ഓക്കെയാണ് ഗൈസ്, ഇനി നമ്മളിത് കഴിക്കട്ടെ. ഓക്കെ, യുദ്ധം കഴിഞ്ഞ പറമ്പ് പോലെ ഗൈസ്, ഒന്നുമില്ല, എല്ലാം തീർത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നൈസായിട്ട് തെറിക്കുവാണ്. എല്ലാരും കയറുന്നുണ്ട്, അമ്മാരും കയറുന്നുണ്ട്. കയറുന്നുണ്ട്, എല്ലാരും കയറട്ടെ. നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് കാണിക്കാം ഗൈസ്. വെട്ടമൊന്നുമില്ല, ഇനി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, സോളം കയറുവാണ് ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളു. മുട്ടി ഗൈസ് ഇതിനകത്ത് വെള്ളത്തിൽ. ഇനി പോട്ടെ, വെള്ളം പോട്ടെ. എല്ലാരും കേറിയോ? പോട്ടെ. നമ്മൾ തുഴഞ്ഞു പോവാണ്. ഇവിടെ ആരാണ്ടൊക്കെ നല്ല ആളെ തുഴയുന്നേ. സോളമൻ തുഴഞ്ഞു ഒരു ഓളത്തിന് അങ്ങോട്ട് പോവാണ് ഗൈസ്. മിണ്ടായിരുന്നാ? പിന്നെ മിണ്ടായിരുന്നാ? കോപ്പർ അവിടെ മിണ്ടായിരുന്നു. നിർത്ത് ഗൈസ്. പവിഴക്കുറ്റ്. നമ്മളിങ്ങനെ മന്ദം പോവാണ് ഗൈസ്. ഓപ്പറേറ്റ് അടി എല്ലാവർക്കും ഉള്ള ക്ലോസ് ഷോട്ട് ആണ്. റിസ്ക് അഡ്വഞ്ചറിങ് ആണ്. ചുമ്മാ ആ വണ്ടി പോകുന്നതൊക്കെ കണ്ടോ ഗൈസ്? അത് ബൈപ്പാസ് ആണ്, സിമെന്റ് പോലെ ബൈപ്പാസ് ആണ് ഗൈസ് ആ വണ്ടിയൊക്കെ പോകുന്നത്. അപ്പൊ ഗൈസ് ഇനി കര ചെന്നിട്ട് കാണിക്കാൻ. വെട്ടമില്ല. ആര് സൈഡിൽ? നേരത്തെ വന്നപ്പോഴും ഇതുപോലെ ആയിരുന്നോ പൊട്ട? അവന് വിചാരം ഇതിനകത്ത് ആള് കൂടിയെന്നാ. അങ്ങനത്തെ തിരികെ ബോട്ടിന്റെ ഓണർ. ഓക്കെ ഗൈസ്, ഇനി അക്കരെ എന്നിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, നമുക്കൊരു മീൻ ചാടി കയറിയിട്ടുണ്ട്. എന്തിടാ? അതെ, വെള്ളത്തിൽ കയറാ. വിട്ടേര്. ഇത്ര നേരം ഞാനാണ് തുഴഞ്ഞ ഗൈസ്. കൈയെല്ലാം വെള്ളമോ ഇത്? വെള്ളം
ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ദേ വെള്ളമുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ അങ്ങ് പോവാണ് ഗൈസ്. പുറകെ നല്ല തുഴയുന്നുണ്ട്. തുഴ പോരാ കേട്ടോ. ഇത് തുഴഞ്ഞാടാ നല്ലതായിട്ട്. ആ ഇതുകൊണ്ടോ എന്നൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്ന് കണ്ടോ ഗൈസ്. ഇനി നമ്മൾ കരയിൽ ചെല്ലട്ടോ. ഓക്കെ, കരയിലെത്തിയേ. എല്ലാരും ഇറങ്ങുവാണേ. ടൈറ്റ് അടിക്കടാ. കരയാണ് ഗൈസ്. എന്നിട്ട് ഇമാരി കടന്ന് ഈ ഒച്ചണ്ടാക്കുന്നത്. മറിഞ്ഞാലും കരയിലോട്ടേ ഉള്ളൂ. ബാ സോളമ ഇറങ്ങി വാളാ. ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ബാ ഇറങ്ങി വാ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇതേ കരയെത്തി. മുകളിലോട്ട് കയറട്ടെ. റോഡെത്തി ഗൈസ്. പയ്യന്മാരില്ല, നമ്മളാണ്ടേ അവിടെ എങ്ങാണ്ടായിരുന്നു ഗൈസ്. ആ വെട്ടം കാണുന്നിടത്ത് അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ വന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, ഇനി എന്നെല്ലാം ഉണ്ടോ കാണിക്കാം ഗൈസ്. ഇന്നത്തെ പരിപാടിയൊക്കെ എല്ലാവരും കണ്ടല്ലോ ഗൈസ്. നമ്മൾ ആ വെട്ടം കാണുന്ന അങ്ങേറ്റം വരെ പോയിട്ട് ബക്കറ്റിനകത്ത് ചിക്കൻ വെച്ച് അടിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. രണ്ടാമത് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊന്ന് ചുറ്റി കാണിച്ചാൽ ഗൈസ്. നമ്മൾ വള്ളത്തെ അങ്ങേറ്റം വരെ പോയി ഇത് ഇവിടെ തന്നെ വന്ന് നമ്മൾ സേഫായിട്ട് സിനു സോളമൻ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതേ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. വണ്ടിയുടെ ഡ്രൈവർ ഓണറെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ സേഫായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മളാരും മരിച്ചിട്ടില്ല, നമ്മളെല്ലാം ജീവനോടുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അടുത്തൊരു കിടിലം വ്ളോഗുമായിട്ട് എന്നയിലുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ ഗൈസ്.